രക്തരക്ഷസുകളുടെ താഴ്വാരം. അധ്യായം 21. എനിക്ക് എന്തെങ്കിലും ഊഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മനസ്സ് പറയുന്നു, കാളവണ്ടി വെളുപ്പാങ്കാലത്തുള്ള തണുപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. ലക്ഷ്യം കുളത്തൂപ്പുഴയിലെ മരച്ചീനിക്കൂപ്പ് തന്നെ. അരയിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ സാധനത്തിൽ അയാൾ തപ്പിനോക്കി. സംഗതി റെഡിയാണ്. വണ്ടി വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 10 അടിയും തിങ്കൾക്കരികവും ഒക്കെ കടന്ന് കുളത്തൂപ്പുഴയിൽ എത്തുമ്പോൾ നേരം പുലർച്ചയായി. ഇനി കൂപ്പിനകത്തുകൂടിയുള്ള യാത്രയാണ്. കാവൽപ്പുരകൾ കൂപ്പിന്റെ പല ഭാഗത്തും കെട്ടിയിട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണം വനത്തിന്റെ അതിർത്തിയിൽ ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് സാക്ഷാൽ ചെറുമംഗലത്ത് നാരായണൻ അരക്കന്നൂർ സ്വാമിയെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നത്. അറുമുഖനും സ്വാമിജിയും വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ കാക്കകൾ കരയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഏതോ ഒരു മുള്ളൻ പന്നി മരച്ചീനി കമ്പുകൾക്കിടയിലൂടെ ഓടിപ്പോകുന്നതായി കണ്ടു. രണ്ടുപേരും ഒന്ന് ഭയന്നു. ആറുമുഖൻ ധരിച്ചിരുന്ന കരിമ്പടം എടുത്തുമാറ്റി കഴിഞ്ഞിരുന്നു. ചൂരൽ കൊണ്ട് നിർമ്മിച്ച ഒരു കസേരയിലാണ് നാരായണൻ ഇരുന്നത്. അവിടെ മറ്റൊരു കസേര നാരായണൻ അഭിമുഖമായിട്ടിരിക്കുന്നുണ്ട്. വളരെ ഗൗരവം കലർന്ന മുഖമാണ് നൈസാർഗികമായി നാരായണന് സിദ്ധിച്ചിട്ടുള്ളത്. അത് പതിവിൽ കൂടുതൽ ഗൗരവത്തിലായിരിക്കുന്നതുകൊണ്ട് സംഗതി ഏതോ പിശകുള്ളതായി സ്വാമിജിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഇരിക്കി, നാരായണൻ സ്വാമിജിയുടെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞു. അതുതന്നെ ശുഭലക്ഷണമല്ല. എന്താ, തിരുവനന്തപുരത്ത് പോയില്ലേ എന്ന ചോദ്യത്തോടെയാണ് സ്വാമിജി ചൂരൽ കസേരയിലേക്ക് ഇരുന്നത്. തിരുവനന്തപുരത്ത് ഇനിയും പോകാമല്ലോ എന്ന മറുപടിയാണ് നാരായണൻ പറഞ്ഞത്. ഇന്നലെയും ഇവിടെ തന്നെ ആയിരുന്നു. പറഞ്ഞെങ്കിൽ ഞാനും കൂടി വഴിവരുമല്ലോ. അതിന്റെ ആവശ്യമില്ലായിരുന്നു. എനിക്കൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളില്ലാതിരുന്നതാണ് നല്ലത്. എന്ത്? സ്വാമിജി വിഭ്രാന്തി പൂണ്ടു. എങ്കിലും ഇങ്ങനെ ചോദിക്കുന്നു. ആറുമുഖനായിരിക്കും. ഏയ്, അവനല്ല. അവൻ കൊണ്ടുവന്ന മറ്റൊരാൾ, എന്നുവെച്ചാ ഒരു പെണ്ണ്. നാരായണൻ പറഞ്ഞത് കേട്ട് സ്വാമിജി ഒന്ന് ഞെട്ടി. പെണ്ണോ? ഏതവൾ എന്ന് ആകാംക്ഷയോടെ ആരായുന്നു. കമല എന്നാണ് പേര്. ആള് കൊള്ളാം. നല്ലൊരു രസികത്തിയാണ്. വളരെ അപൂർവമായേ ഇങ്ങനെയുള്ളതിന് കിട്ടാറുള്ളൂ. പറഞ്ഞിട്ട് സ്വാമിജിയുടെ മുഖത്ത് ചരിഞ്ഞെന്ന് നോക്കി. സ്വാമിജി ആകട്ടെ കണ്ണു രണ്ടും തുറച്ച് ഒരു വല്ലാത്ത മുഖഭാവത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ ഭാവഭേദം ഒന്നും വരുത്തിയില്ല. എന്നിട്ടവൾ പോയോ? ഇല്ല, അവൾ അകത്തുണ്ട്, നാരായണൻ പറഞ്ഞു. രണ്ടുപേരുടെയും ഉള്ളിൽ വിവിധങ്ങളായ വികാരങ്ങളുടെ വേലിയേറ്റം നടക്കുകയാണ്. ഒട്ടു നേരത്തിന് ശേഷം വേണമെങ്കിൽ കഥകു തുറന്നു നോക്കിക്കോ എന്ന് നാരായണൻ പറയുകയായിരുന്നു. ഓ, എന്തിന്? സ്വാമി അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും നാരായണൻ സമ്മതിച്ചില്ല. എന്തായാലും ആളിനെ ഒന്ന് നോക്കിയിട്ട് വാ. സ്വാമിജിക്ക് എല്ലാം ഊഹിക്കാൻ കഴിയും. പക്ഷേ ഈ സന്ദർഭം അത്യന്തം അപകടം പിടിച്ചതും വളരെ തന്ത്രപൂർവം മാത്രം നീങ്ങേണ്ടതുമായിട്ടുള്ളതാണ്. മനസ്സിൽ ചില കണക്കുകൂട്ടുകൾ നടത്തിയതിനു ശേഷമാണ് ചൂരൽ കസേരയിൽ നിന്നും എഴുന്നേറ്റത്. അകത്തെ മുറിയുടെ വാതിൽ പുറത്തു നിന്നും തഴുതിട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് സ്വാമി ഒന്ന് അറിയിച്ചു. പോടാ മറയത്ത്. നാരായണന്റെ ആക്രോശം കെട്ട് അയാളൊന്ന് ഞെട്ടി. അത് രംഗം വീക്ഷിച്ചു നിന്ന അറുമുഖനോടായിരുന്നു. അറുമുഖനാകട്ടെ നാരായണനെ ഭയന്ന് അവിടെ നിന്നും ദൂരേക്ക് ഓടിമറയുകയും ചെയ്തു. സ്വാമിജി വാതിൽ തുറക്കുകയാണ്. അകത്ത് തന്നെ വകവരുത്തുവാൻ വേണ്ടി കൊലയാളികളെ ആരെങ്കിലും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടോ എന്ന് തീർച്ചയായും സ്വാമിജിക്കറിയാം. അത് കണക്കാക്കി തന്നെയാണ് അയാൾ നീങ്ങുന്നത്. വാതിൽ തുറന്നതിനു ശേഷം ഒട്ടുനേരം അറച്ചു നിൽക്കുകയും അകത്തെ ഇരുട്ടിൽ ആളനക്കമുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുകയായിരുന്നു. മനുഷ്യൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന്റെ വളരെ നേരിയ ഒച്ചവരം പിടിച്ചെടുക്കാൻ തക്ക ശേഷിയുള്ള ആളാണ് അരക്കന്നൂർ സ്വാമി. അതൊരു സിദ്ധി തന്നെയാണ്. ഇതെല്ലാം നാരായണൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സ്വാമി, അകത്ത് അവളില്ലേ? ഇരുട്ടിലൊന്നും കാണാൻ കഴിയുന്നില്ല. കയറിച്ചെല്ലൂ, അപ്പോ കാണാം. നാരായണൻ നിർബന്ധിച്ചപ്പോൾ സ്വാമിക്ക് സംശയം വർദ്ധിച്ചു. എന്നാലും അവൾ തുണിയില്ലാതെ കിടക്കുകയാണെങ്കിൽ നമ്മളത് കാണുന്നത് ഒട്ടും ശരിയല്ലല്ലോ, വിശേഷിച്ച് ഞാനൊരു സ്വാമിയായ സ്ഥിതിക്ക്.
ഹേയ്, അവളെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമല്ല. പ്രായക്കൂടുതലുള്ളവരെയും സ്വാമിമാരെയുമാണ് അവൾക്കേറെ താല്പര്യം. അതുകൊണ്ട് അറച്ചു നിൽക്കാതെ കയറിച്ചില്ല സ്വാമി. നാരായണന്റെ സമ്മർദ്ദം ഏറിയപ്പോൾ സ്വാമിജിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ വാതിലിന്റെ ഇരുവശവും പരിശോധിച്ചുകൊണ്ട് എന്തും വരട്ടെ എന്ന് കരുതി അകത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ട് വെട്ടിത്തിരിഞ്ഞ് എല്ലാ ഭാഗത്തേക്കും കണ്ണോടിച്ചു. ആരാടാ എന്ന ഗൗരവത്തിലായിരുന്നു അത്. പക്ഷേ അവിടെ ഒരു മനുഷ്യജീവിയെയും കാണുവാനുണ്ടായിരുന്നില്ല. എവിടെ പോയി അവറ്റകൾ? ആരുമേ ഇല്ല. നാരായണൻ തന്നെ കബളിപ്പിച്ചിരിക്കുന്നു. അകത്തെ അട്ടളയിൽ ആരുമില്ല, ശൂന്യമായിരിക്കുന്നു. എന്നാൽ മുറിയുടെ പിൻഭാഗത്ത് കണ്ട തൊട്ടടുത്ത മുറിയിൽ എന്തോ അനങ്ങുന്നതായി തോന്നുകയും അവിടേക്ക് നടന്നു ചെല്ലുകയും ചെയ്യുന്നു സ്വാമിജി. അയ്യോ! അടുത്ത നിമിഷം ഒരു നിലവിളി സ്വാമിജിയുടെ കണ്ടത്തിൽ നിന്നും ഉയർന്നു പൊങ്ങി. ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്ന കമലാക്ഷി പ്രേതം എന്ന ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. കമലയെ തല്ലിക്കൊന്നതോ അതോ വ്യഭിചാരത്തിനിടയിൽ മരിച്ചുപോയതോ? എന്തായാലും അവൾ സ്വയം തൂങ്ങിയതല്ല, കൊന്നത് തന്നെയാണ്. സ്വാമിയുടെ മനസ്സ് ആകെ പ്രക്ഷുബ്ധമായി. ഇന്നലെ വരെ തനിക്ക് എന്തൊക്കെയോ ആയിരുന്ന കമലാക്ഷിയെ ഈ അധമൻ വലിച്ചിരിക്കുന്നു. അയാൾക്ക് സങ്കടമായി. എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും നിശ്ചയമില്ല. അങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ മുൻഭാഗത്തെ മുറിയിൽ നിന്നും വരാന്തയിലേക്കുള്ള വാതിൽ അടഞ്ഞിരിക്കുന്നു. അത് തനിയെ അടഞ്ഞതോ അതോ പുറത്തുനിന്ന് ആരെങ്കിലും അടച്ചതാണോ? സ്വാമിജി തന്റെ കരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു സാധനം പുറത്തെടുത്തു. ഒരു നാടൻ കൈത്തോക്ക്. അത് നിറച്ചു വെച്ചിരിക്കുന്നതാണ്. 4 റൗണ്ട് വെടിതീരും. മുളക്കൊമ്പുകളാൽ തീർത്ത വാതിലിന്റെ ഇടയിലുള്ള സുഷിരത്തിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ നാരായണൻ ഒരു ഭീകരനുമായി സംസാരിക്കുക. ഒരു നാടൻ തോക്ക് വാതിലിന് നേരെ ഉന്നം പിടിക്കുകയും ചെയ്യുന്ന രംഗമാണ് കണ്ടത്. എടാ കപടവഞ്ചക, കമലാക്ഷിയെ വകവരുത്തി കഴിഞ്ഞു. ഇനി അടുത്ത ഊഴം എന്റേത്. കൊള്ളാം. മാതുമാരുടെ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികളെ ഓരോരുത്തരായി കൊന്നുതള്ളുവാനാണ് തീരുമാനം. പക്ഷെ അത് വേണ്ട. മനസ്സിൽ ഉറച്ച തീരുമാനമെടുക്കുന്നു സ്വാമിജി. തന്റെ കയ്യിലിരുന്ന കൈത്തോക്കിന്റെ കുഴൽ സുഷിരത്തിലൂടെ പുറത്തേക്ക് ലക്ഷ്യം വയ്ക്കുന്നു. അവൻ തന്നെ തീർക്കും മുമ്പ് അവന്റെ കഥ കഴിക്കുക തന്നെ. ഓ, വല്ലാത്ത നിമിഷം തന്നെ. നാരായണനാകട്ടെ തൊട്ടടുത്തു നിന്ന് ഭീകരനുമായി എന്തോ ഗൗരവത്തിൽ സംസാരിക്കുന്നു. ഇത് തന്നെയാണ് സന്ദർഭം. പിന്നെ അമാന്തിച്ചില്ല. സകല ദൈവങ്ങളെയും മനസ്സിൽ സ്മരിക്കുന്നു. കാരണം സ്വാമിജി ഇതുവരെയും ആരെയും കൊന്നിട്ടില്ല. കൊല്ലിച്ചിട്ടേ ഉള്ളൂ. അതാണ് ചരിത്രം. കൈവിറയ്ക്കുന്നുണ്ടോ? ഇല്ല. അയാൾ ധൈര്യപൂർവ്വം കാഞ്ചി വലിച്ചു. ഒരു ഠേ ശബ്ദം. വെടിശബ്ദം കേട്ട് നാരായണന്റെ ഒപ്പമുണ്ടായിരുന്ന ഭീകരൻ ഞെട്ടിവിറച്ചു. അത് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് തോക്ക് പൊട്ടിയതാണെന്നാണ് അയാൾ ആദ്യം കരുതത്. പക്ഷേ അടുത്ത നിമിഷം അയാൾ നിലവിളിച്ചുപോയി. എന്തെന്നാൽ ചെറുമംഗലത്ത് നാരായണൻ എന്ന മഹാധനികനും ആഭാസനമായ അധികായൻ രക്തത്തിൽ കുളിച്ച് തന്റെ മുന്നിൽ കിടന്ന് പിടയ്ക്കുകയാണ്. മാളവരെ എന്നയാൾ കരഞ്ഞു നിലവിളിക്കുന്നുണ്ട്. ഇവനെ കൂടെ ഒന്ന് തീർത്തു കളഞ്ഞാലോ എന്ന് സ്വാമി ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷേ മരണം മരുന്ന് വാങ്ങാൻ വേണ്ടി കടന്നു വന്ന ഭീകരൻ അടങ്ങിയില്ല. അയാൾ നാരായണന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് മുളവാതിലിന് നേരെ കുതിക്കുകയാണ്. അത് സ്വാമിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. ഇനി മറ്റു ഗത്യന്തരമില്ല. അവനും മരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും അടുത്ത റൗണ്ട് വെടിവെക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു സ്വാമി. രണ്ടുപേരും പിടച്ചു തീരും വരെ അയാൾ അകത്തുനിന്നും പുറത്തിറങ്ങിയില്ല. 5 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ നാരായണനും ഭീകരനും നിശ്ചലരായി എന്ന് ബോധ്യം വന്നതിനു ശേഷം മാത്രമാണ് പുറത്തിറങ്ങിയത്. നിലവിൽ 3 ശവങ്ങൾ. ഒളിക്കാനോ മറയ്ക്കാനോ കഴിയില്ല. പിടിക്കപ്പെടും തീർച്ച. തൂങ്ങിയത് തന്നെ. സ്വാമിജിക്ക് ദുഃഖം അടക്കാൻ കഴിയുന്നില്ല. എത്രയോ നിമിഷങ്ങൾ എന്തൊക്കെയോ ആലോചനയിൽ നിന്നുപോയി. പിന്നീടാണ് അറുമുഖനെ ഓർമ്മ വന്നത്. അവനെവിടെ പോയി? മരച്ചീനി കമ്പുകളുടെ ഇടയിലേക്ക് ഓടുകയായിരുന്നല്ലോ. എടോ ആറുമുഖ, സ്വാമി ഉച്ചത്തിൽ വിളിച്ചു. ഇനിയുമുണ്ട് 2 വെടിയുണ്ടകൾ. അതിലൊരെണ്ണം അവനു വേണ്ടി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കമലാക്ഷിയെ സൂത്രത്തിൽ വിളിച്ചു കൊണ്ടുപോയി നാരായണന്റെ കയ്യിൽ ഇട്ടുകൊടുത്തത് അവനാണല്ലോ. അതുകൊണ്ട് അവനും മരിക്കേണ്ടവൻ തന്നെ. എന്നാൽ അറുമുഖൻ വിളികെട്ടില്ല. എവിടെയോ മറഞ്ഞിരിക്കുന്നു ആ നായിന്റെ മോൻ. എടോ ആറുമുഖ, വീണ്ടും ഉച്ചത്തിൽ വിളിച്ചെങ്കിലും എല്ലാം വിഫലമായി. ഇതിനിടയിൽ ആരോ ഒരാൾ മരച്ചീനി കമ്പുകൾക്കിടയിൽ കൂടെ നടന്നു നീങ്ങുന്നതായി തോന്നിയപ്പോൾ സ്വാമിജി അത് ശ്രദ്ധിച്ചു. അത് തീർച്ചയായും അവൻ തന്നെ. നില്ലടാ റാസ്കലെ,
എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് തോക്കുമായി പാഞ്ഞു. അപ്പോൾ മരച്ചീനി കമ്പുകൾക്കിടയിൽ പതുങ്ങിയിരുന്ന ആറുമുഖൻ പ്രാണനും കൊണ്ട് ഓടുവാൻ തുടങ്ങിയിരുന്നു. ഇലകളും ശിഖരങ്ങളും ഒലയുന്നതിന്റെ ശബ്ദം മാത്രം കേൾക്കാം. ഒടുവിൽ മൂന്നാമത്തെ വെടിശബ്ദവും കേട്ടു, ഒരു കരച്ചിലും. ഇനി ദൃക്സാക്ഷികൾ ആരും തന്നെ അവശേഷിക്കുന്നില്ല. ആര് പറയും സാക്ഷി എന്ന വിജയഭാവത്തിൽ സ്വാമിജി നടക്കുകയായിരുന്നു. ഇനി ചെറുമംഗലത്തേക്ക്. ഒരു കാലത്തും പോകാൻ കഴിയില്ല. ചെറുമംഗലത്ത് നാരായണൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടന്നിരിക്കുന്നത് കൂട്ടക്കൊലയാണ്. 4 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇത് നടത്തിയവനെ പോലീസ് പിടികൂടുക തന്നെ ചെയ്യും. പിന്നെ വെറും ജയിൽവാസം, കഴുത്തിൽ കൊലക്കയർ വീഴുക തന്നെ ചെയ്യും. എന്നാൽ അതിനു മുമ്പ് ദേശം വിടണം. അന്യദേശത്ത് എത്തിച്ചേർന്നാൽ പിന്നീടൊരിക്കലും പിടികൂടുകയില്ല. കാശിയാണ് ഏറ്റവും ഉത്തമം. തനിക്ക് ഒരു സന്യാസിയുടെ പരിവേഷം ഉള്ളതുകൊണ്ട് ഒളിച്ചോടുന്നതിന് ഏറെ സഹായകരമാണ്. കുറച്ചുനേരം ആലോചനയിൽ മുഴുകി നിൽക്കുമ്പോൾ ഒരു വിചാരം മനസ്സിൽ കടന്നു വരികയും അല്പം ദ്രുതഗതിയിൽ മൃതദേഹങ്ങൾ പരിശോധിച്ച് നാരായണന്റെ ദേഹത്തു നിന്ന് പണക്കിഴിയും സ്വർണ്ണത്തകിടുകൂടും ഒരു മോതിരവും കരസ്ഥലാക്കുകയും ചെയ്തു. ഇത് മതി. കാശി വരെ എത്തിച്ചേരുന്നതിന് ഈ പണം തന്നെ ധാരാളം. ദേശം വിട്ടുകഴിഞ്ഞാൽ പോലീസിനെ ഭയക്കേണ്ടതില്ല. ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അല്പം അകലെ നിന്ന് ആരൊക്കെയോ സംസാരിച്ചുകൊണ്ട് കടന്നു വരുന്നതായി തോന്നി. അത് പോലീസാണോ അതോ കൂപ്പിലെ തൊഴിലാളികളോ? എന്തായാലും തന്നെ അവർ കാണുന്നത് ഈ സന്ദർഭത്തിൽ അപകടം തന്നെയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് കുതിച്ചൊരു ചാട്ടം മരച്ചീനി കമ്പുകളുടെ ഇടയിലേക്ക്, എന്നിട്ട് ആളുകൾ നടന്നു വരുന്നതിന്റെ എതിർദിശയിലേക്ക് ഓടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കാവൽപ്പുരയിൽ എത്തിച്ചേർന്ന് ചെറുമംഗലത്ത് നാരായണന്റെ കൂലിക്കാരനായിരുന്നു. അവർ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തം. മരച്ചീനിക്ക് ജോലി ചെയ്യുന്നതിനു വേണ്ടി എത്തിച്ചേർന്നവരായിരുന്നു അവർ. കാവൽപ്പുരയുടെ സമൂഹത്ത് ചൂട് രക്തത്തിൽ ചൊരുക്ക് അനുഭവവേദ്യമായിരുന്നു. അത് സംശയം തന്നെ. മൺവെട്ടികൾ വരാന്തയിൽ നിന്നും എടുക്കുന്നതിന് വേണ്ടിയാണ് അവർ അവിടെ എത്തിയത്. എന്നിട്ട് അതിന് സാധിച്ചോ? ഇല്ല. മൃതദേഹങ്ങൾ രക്തപങ്കിലമായി കിടക്കുന്നത് കണ്ട് ഭയന്ന് അവർ പിന്തിരിഞ്ഞോടുകയും മറ്റു ചിലർ സ്തംഭിച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്താണ് ചെയ്യേണ്ടത്? താങ്കൾക്ക് അന്നം ദാനം ചെയ്യുന്ന യജമാനാണ് മരിച്ച് വികൃതമായി കിടക്കുന്നത്. തങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. തമ്പ്രാനെ എന്നും മാളോരെ എന്നും അവർ വിളിച്ചു കഴിയുന്നുണ്ട്. ചിലർ പറഞ്ഞു, ഇവിടെ നിൽക്കരുത്, അത് നമുക്ക് അപകടം വരുത്തി വയ്ക്കുമെന്നുള്ളത് 3 തരം. ഒടുവിൽ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ മുകളിൽ വന്നുകൂടും. ഒരാൾ നിഗമനം പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ അത് ശരിവെച്ചു. എല്ലാവരും ഓടി. അവർ കണ്ണിൽ കണ്ട മുഴുവൻ പേരോടും വിവരം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വാർത്ത കാട്ടുതീ പോലെ പരന്നു തുടങ്ങി. പോലീസ് വാർത്ത പിടിച്ചെടുത്തു കഴിഞ്ഞു. 12 മണിക്ക് മുമ്പ് അവർ രംഗത്തെത്തുകയും ചെയ്തു. മരച്ചീനി കുപ്പിലേക്കും ചെറുമംഗലത്തുള്ള മുഴുവൻ ആണുങ്ങളും ജോലിക്കാരും ഭൃത്യന്മാരും എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പഴയ ജീപ്പ് പോലുള്ള വാഹനത്തിൽ ഇൻസ്പെക്ടറും എത്തിച്ചേർന്നപ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. അദ്ദേഹം രംഗവും പരിസരവും നല്ലപോലെ പരിശോധിച്ചു. ഇത് ചെയ്തവർ എന്തായാലും ഈ വനമേഖലയിൽ എവിടെയോ കാണാതിരിക്കില്ല. പുറത്തേക്ക് രക്ഷപ്പെടാൻ സമയമായിട്ടില്ല. നമുക്ക് പരിശോധിക്കണം. ഇൻസ്പെക്ടർ നിർദ്ദേശം വന്നു. പോലീസുകാർ അണിനിരുന്നു. പരിസരം വീക്ഷിക്കുമ്പോൾ ഏതോ ഒരാൾ ചവിട്ടിത്തൊഴിച്ചുകൊണ്ട് ഓടിപ്പോയതിന്റെ കാൽപ്പാടുകൾ വ്യക്തമായി തെക്കുഭാഗത്തേക്ക് തെളിഞ്ഞു കാണുന്നു. ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് ഇൻസ്പെക്ടറും പോലീസുകാരും നടന്നു. ഏകദേശം 1 മൈൽ ദൂരം വരെ മരച്ചീനി കൂപ്പാണ്. അതാകട്ടെ സർക്കാർ വനഭൂമിയിൽ വന്നു ചേരുകയാണ്. കാൽപ്പാടുകൾ പതിഞ്ഞ ഭാഗം അവസാനിക്കുന്നതുവരെ പോലീസുകാർ നടന്നു. പിന്നെ ഒന്നും വ്യക്തമല്ല. കാരണം അപ്പുറത്തേക്ക് വനമാണ്. ഒരു കാൽപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ഒരാളാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ ഒരു സംഘം കൊളക്കാരായിക്കൂടാതെയില്ല. അവർ ഈ വനം വഴി കടന്നു കളഞ്ഞതാവാനുമാവാം. അങ്ങനെയും ഒരു ചിന്തയിൽ എത്തിച്ചേരാവുന്നതേയുള്ളൂ. പറഞ്ഞത് ഇൻസ്പെക്ടറാണ്. മറ്റു പോലീസുകാരും ആ വഴിക്ക് ചിന്തിക്കുവാൻ തുടങ്ങി. പലരും പല ഭാഗത്തേക്ക് നടന്നു. പരിശോധനകൾ തുടങ്ങി. ഒട്ടു നേരത്തിനു ശേഷം ഒരു കാണിക്കാരൻ പോലീസുകാരൻ നിൽക്കുന്നതായി കാണുകയും ഉടൻ തന്നെ ഭയന്ന് തിരിഞ്ഞു പായുകയും ചെയ്യുന്ന രംഗം ആ പോലീസുകാരൻ കാണുകയും കാണിക്കാരനെ അയാൾ പിന്തുടരുകയും ചെയ്തു. അങ്ങനെയാണ് കാണിക്കുടിൽ ഒരു അപരിചിതൻ ഇരിപ്പുണ്ടെന്ന് ബോധ്യമായത്. പോലീസുകാരൻ തന്റെ കയ്യിലിരുന്ന് വിസിലോതുകയും വൈകാതെ മറ്റുള്ള പോലീസുകാരും ഇൻസ്പെക്ടറും അവിടേക്ക് പാഞ്ഞെത്തുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു.
കാണിക്കൊടലിൽ നിന്നും അതിന്റെ തലവൻ പുറത്തിറങ്ങി ഇരു കൈകളും കൂപ്പിത്തൊഴുത്തു. അകത്താരാടോ? ഇൻസ്പെക്ടർ ഗർജിച്ചു. അതിന്റെ ഉത്തരമായി തലവൻ കരയുകയും അടിയനൊരു കുറ്റവും ചെയ്തില്ല, രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ചീ പട്ടി റാസ്കലെ, മോങ്ങാതട എന്ന് ഇൻസ്പെക്ടർ വീണ്ടും അലറി. എന്നിട്ട് അകത്ത് കയറി നോക്കാൻ പോലീസുകാരോട് നിർദ്ദേശിച്ചു. 2 പോലീസുകാർ കുടലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ഭയങ്കര ശബ്ദം കേട്ടത്. എല്ലാവരും ഞെട്ടിവിറച്ചു പിന്നോട്ട് പാഞ്ഞു. അതാകട്ടെ അരക്കന്നൂർ സ്വാമിയുടെ തോക്കിലെ 4ാമത്തെ വെടിയുണ്ട പൊട്ടിയ ശബ്ദമായിരുന്നു. ഇൻസ്പെക്ടർ അകത്ത് കയറി നോക്കുമ്പോൾ അയാൾ രക്തത്തിൽ കുളിച്ചു കിടന്ന് പിടയ്ക്കുകയായിരുന്നു. 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പിടിക്കപ്പെട്ട് തടവറയിൽ കിടന്ന് നരകിക്കുകയും ഒടുവിൽ കൊലമരത്തിൽ ജീവിതം അവസാനിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വയം മരിക്കുന്നത് എന്നയാൾ വിചാരിച്ചു കാണും. അരക്കന്നൂർ സ്വാമി ഉൾപ്പെടെ 5 മൃതദേഹങ്ങൾ അവിടെ അവശേഷിച്ചു. നാരായണന്റെ മരണശേഷം ചെറുമംഗലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാതാവുകയും മരുമക്കത്തായം അസ്തമിക്കുകയും ചെയ്തു. ഇപ്പോൾ വസ്തുവകകൾ ഭാഗം ചെയ്ത് വെവ്വേറെ കുടുംബങ്ങളുമായി പരിവർത്തനം വന്നിരിക്കുന്നു. അരവിന്ദൻ കൊളവിയോട്ട് മാധവന്റെ അനന്തരവൾ ലതികയെ വിവാഹം കഴിച്ച് ആ കുടുംബത്തിലെ ഒരംഗമായി തീർന്നു. കൊളവിയോടിന്റെ മകൾ വസുന്ധരയും മരുമകൻ വീരഭദ്രനും തിരുവനന്തപുരത്ത് സ്വന്തം വീട്ടിൽ താമസം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് പിറന്ന ആദ്യത്തെ കുട്ടിക്ക് ഹരി എന്ന് പേരിട്ടു. നീലകണ്ഠൻ മേൽപ്പറയാട്ട് തങ്കമ്മയുടെ വീട്ടിൽ സ്ഥിരം താമസമാക്കിയിരിക്കുന്നു. ഇപ്പോൾ അത് രക്തദാഹികളായ രക്ഷസുകൾ ഇല്ലാത്ത ഒരു താഴ്വാരമാണ്, ശാന്തസുന്ദരമായ ഒരു ഗ്രാമം. പ്രിയപ്പെട്ടവരെ, താഴ്വരയിലെ രക്തരക്ഷസുകളുടെ കഥ പറഞ്ഞാണ് ഈ നോവൽ തുടങ്ങുന്നത്. പ്രേത നോവൽ എന്ന തലക്കെട്ടോടുകൂടി തുടങ്ങി പ്രേതം വന്ന് അവസാനിക്കാതെ പോയ ഈ നോവൽ രക്തദാഹികളായ കുറച്ച് മനുഷ്യന്മാരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരുന്നത്. എന്നെ ഇത്രയും നേരം കേൾക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. നമ്മൾ വീണ്ടും കാണും നാളെ പുതിയൊരു കഥയുമായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.